നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ അടിയന്തര പ്രമേയം സഭ തള്ളി. ഒന്നിനും പണം കൊടുക്കാനാകില്ലെന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന് ധനമന്ത്രി. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയല്ലെന്ന് കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. ഈ സാമ്പത്തിക രംഗത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആകെ നിന്നു പോകുന്ന ഒരവസ്ഥയിലല്ല സാർ. ഇതിനെ മറികടന്നേ പറ്റൂ. അവിടുന്ന് പണം കിട്ടിയിട്ടേ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല, സംശയമില്ല. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു. ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന് കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യം. കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപകൻ ജോഷിക്ക് ഒടുവിൽ നീതി. ജോഷിയുടെ ബാങ്കിലെ നിക്ഷേപം മുഴുവൻ തിരിച്ചു നൽകി ബാങ്ക്. നടപടി മാപ്രാണം ശാഖയ്ക്ക് മുന്നിലെ കുത്തിയിരിപ്പ് സമരത്തെ തുടർന്നു. ഗവർണറുടെ സുരക്ഷയിൽ ധാരണ. വാഹനത്തിന് മുന്നിലും പിന്നിലും CRPF അകമ്പടി. റൂട്ട് നിശ്ചയിക്കുന്ന ചുമതല പോലീസിന്. ഗവർണർക്കെതിരെ കൊച്ചിയിൽ SFI കരിങ്കൊടി. ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് സീതാറാം യെച്ചൂരി. രാജ്യസഭയിലെ 11 പ്രതിപക്ഷ MP-മാരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിഷേധിച്ചവരുടെ സസ്പെൻഷൻ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇടുക്കി പൂപ്പാറയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ആജീവനാന്ത ജയിൽ. 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഒരാളെ വെറുതെ വിട്ടു.